റാസി പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. മക്ക മുശ്രിക്കുകൾ അവരെ അമ്പിയാക്കളുടെയും നേതാക്കന്മാരുടെയും രൂപത്തിലാണ് അവർ ബിംബങ്ങളാക്കി വെച്ചത്. എന്നിട്ട് അവർ ആരാധന ചെയ്യുന്നതോടൊപ്പം അവർ വിശ്വസിച്ചിരുന്നത് ഈ ആരാധന കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് മാത്രം പറഞ്ഞ് റാസി നിർത്തിയിട്ടില്ല. എന്നിട്ട് റാസി പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ പടപ്പുകളെയും കാണാം, അവർ മഹാന്മാരുടെ ഖബറിനെ ആദരിക്കുന്നു. എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ ആദരവ് കൊണ്ട് ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നത് ഈ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ് എന്നാണ് ഇമാം റാസി പറഞ്ഞത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ശുപാർശയെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഞങ്ങളല്ല, റാസി പറഞ്ഞത്. മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാ, അള്ളാഹുവിന്റെ ഇതിനും ആവശ്യവും ഇല്ലാതെ തന്നെ ശുപാർശ ചെയ്യുന്ന പോലെ വിശ്വാസം. എന്തെങ്കിലും പകുതി കക്കണ്, അതാണ് ഞങ്ങൾക്ക് ചോദിക്കാള്. പകുതി നിങ്ങൾ വിഴുങ്ങാണോ? പകുതി മാത്രമല്ലേ പറയുന്നുള്ളൂ? അത് അബദ്ധമാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. മുഴുവൻ നിങ്ങൾ പഠിക്കൂ, മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കൂ, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇവരെ മറുപടിക്കാ ഖുർആൻ പറഞ്ഞത്, ഖുർആൻ പറയാ ആരടത്? അള്ളാഹ് നിന്റെ ആവശ്യം ഒത്താശയില്ലാതെ ഇടപെടുന്ന ആര് പറഞ്ഞു? മന്ദല്ലത് ആരാണുള്ളത്? അള്ളാഹ് വെല്ലുവിളിക്കാവൂലെ. നിങ്ങൾക്ക് പകുതി മൂടി വെച്ചിട്ട് മുഴുവൻ നിങ്ങൾ വായിക്കൂല. റാസി 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 ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല. ഇമാം റാസിയാണ്, റാസി അല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റ് തിരുത്തുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താന്ന് കരുതരുത്. ഒന്ന്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു 17-ാം പള്ളിയെടുത്ത റാസി, അതില് നിങ്ങൾ പറഞ്ഞു എന്ത്? ഈ കൂടത്തിൽ ഇന്നുള്ള ആളുകൾ കുറെ ആളുകളെ വെച്ചു പിന്നെ ഖബറുകളെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനാദരവും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ അതേ രൂപത്തിലാണ്. ഇമാം റാസി ആ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നെളീറായി, നെളീർ എന്ന് പറഞ്ഞാൽ തുല്യമായി ആരാധിച്ചിരുന്ന ചില ആളുകളുണ്ട്, അവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. അല്ലാതെ സുന്നികൾ ചെയ്യുന്ന മഹാത്മാക്കളുടെ ഖബറുകൾ ചെന്നുകൊണ്ട്, മഹാത്മാക്കളുടെ ഖബർ, അലിയുൽ കൂഫിയുടെ ഖബർ അല്ലെങ്കിൽ മമ്പുറത്ത് പുത്തമ്പള്ളിയിൽ അവിടൊക്കെ ചെന്നുകൊണ്ട് മഹാത്മാക്കളുടെ ഖബറിനെ നമ്മൾ ആ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചല്ല ഇതിൽ ഈ പറയുന്നത്. അത് ശരിയാണെന്ന് ഇമാം റാസി തന്നെ തന്റെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വയദുല്ലു അലൈഹി അന്നന്നാസ കാനൂ യസൂറു ഖുബൂറ ശുഹദാഇ വയുഅള്ളിമൂനഹാ. മഹാത്മാക്കളുടെ ഖബറിനെ തഅളീമ് ചെയ്യുന്നത് അത് ഇസ്ലാമിക സംസ്കാരമാണ്, ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളെ ഖബർ ബഹുമാനിക്കുന്നത് തെറ്റാണ് നല്ല റാസി പറഞ്ഞത്. നിങ്ങൾ പൗതിയെ കാണുള്ളൂ. ഇവിടെ റാസി എന്തേ പറഞ്ഞത്? അപ്പുറത്ത് എന്തേ പറഞ്ഞത്? അതുകൂടി നോക്കണ്ടേ? ഇവിടെ എന്തേ പറഞ്ഞത്? ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അവിടെയും പറഞ്ഞു. രണ്ടും കൂടി കൂട്ടി വായിക്കണം. ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടാ. നിങ്ങൾ പകുതിയെ വായിക്കണുള്ളൂ. അവിടെ ഞങ്ങളും തമ്മിൽ തെറ്റ്. നിങ്ങൾ പകുതി മൂടി വെക്കുകയാണ്, ഞങ്ങൾ മുഴുവൻ പറയാ. എന്താണ്? ഇമാം റാസി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞു, മഹാത്മാക്കളുടെ ഖബർ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ, ഞാൻ പറഞ്ഞല്ലോ അവരടിമകളാണെന്നും അവർ പ്രവാചകന്മാരാണെന്നും വലിയുകളാണെന്നുമുള്ള വിശ്വാസത്തോടെ അവരുടെ ഖബറിനെ സമീപിക്കുന്നതിനെ കുറിച്ചല്ല അതിൽ പറയുന്നത്. പിന്നെയോ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, വിഗ്രഹങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ. അതിന്റെ നെളീറായി ചില സംഗതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിലാർക്കാ തർക്കമുള്ളത്? പലർക്കും ഉണ്ടല്ലോ. അത് ഇസ്ലാം നിന്ന് പുറത്തു പോണതാണ്. അത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതോ സുന്നികൾ ചെയ്യുന്ന ബഹുമാനാദരവാണെന്ന് ആര് പറഞ്ഞു? അതാ ഞങ്ങൾക്ക് ചോദ്യം. ഖബറിനെ ആദരിക്കുമ്പോഴേക്ക് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന അങ്ങനെ ഒരു കിതാബിലുമില്ല, ഒരു നിയമത്തിലുമില്ല. ഈ ഒരു റാസിയും പറഞ്ഞിട്ടില്ല. ഇമാം റാസി പറഞ്ഞത് ശുഹദാക്കളുടെ മഹാത്മാക്കളുടെ ഖബറിനെ ആദരിക്കണം എന്നാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 4-ാമത്തെ വാല്യത്തിൽ ഇബാറത്ത് ഞാൻ വായിക്കും, നിഷേധിക്കുകയാണെങ്കിൽ.